ഹലോ അസ്സലാമു അലൈക്കും. റവയും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കപ്പിലാണെന്ന് വെച്ചാൽ കപ്പിലെടുക്കാം. അപ്പോൾ 2 കപ്പ് എടുക്കുമ്പോൾ 2 ക്യാരറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കപ്പ്, ഈ പാത്രത്തിലല്ലേ നമ്മൾ റവ അളന്നെടുത്തത്, അതേ പാത്രത്തിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം നമ്മൾ ഈ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ റവയിൽ എല്ലാ ഭാഗത്തും വെള്ളം ആവണം. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും. നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഇത് ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. ഈ റവയ്ക്ക് വെള്ളം കുടിച്ച് വരും. ഇനി നമുക്കിതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. സമയമില്ലെങ്കിൽ 5 മിനിറ്റ് അടച്ചെടുത്താലും മതി കേട്ടോ. ഇതിലേക്കുള്ള ഒരു റെസിപ്പി കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 1 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഒരു 5 ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ക്യാരറ്റാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഒരു 1/2 ടീസ്പൂണ് 1/4 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരക്കാൻ പാകത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ. നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലുപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം അരച്ച് പേസ്റ്റ് പോലെയല്ല, ഒന്ന് നല്ലോണം ചതഞ്ഞ് കിട്ടണം. നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് തേങ്ങയുടെ അതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റവ ചൂടാറിയിട്ടുണ്ടാവും, നല്ല ചൂടാറിയിട്ടില്ല. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ തണുപ്പാണല്ലോ, അതുകൊണ്ട് ഇതും കൂടി ചേർക്കുമ്പോൾ ചൂടാറിക്കോളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഈ ക്യാരറ്റും തേങ്ങയും എല്ലാ ഭാഗത്തും ആവോളം മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ക്യാരറ്റ് അരയാണ്ടുണ്ട്, അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മിക്സി അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ്. ചെറിയ ജാറാണെന്ന് വെച്ചാൽ നല്ലോണം അരഞ്ഞ് കിട്ടിയായിരുന്നു. എൻ്റെ ചെറിയ ജാറ് കേട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. കൈ വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം നമ്മൾ റവ കട്ട കെട്ടിയിട്ടുണ്ടാവും. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. കുഴച്ച് ഉരുട്ടിയെടുക്കൊന്നും വേണ്ട, നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ലൂസായി പോകരുത് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണം. കണ്ടല്ലോ, നല്ല ടൈറ്റും ആവണ്ട. ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് മൂടിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കനം കുറച്ചുള്ളത് എടുത്താൽ മതി കേട്ടോ. കനത്തിലുള്ളതാകുമ്പോൾ നമുക്കിത് കനം കൂടി പോകും. അങ്ങനെ കനം കൂടി എടുക്കണ്ട. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ വേറിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ സൈഡ് തട്ടി കൊടുക്കുക ആദ്യം, എന്നിട്ട് ഇങ്ങനെ കൊട്ടിയെടുത്താൽ മതി. കണ്ടല്ലോ, പാകത്തിന് തിക്കാണ് ഉള്ളത്. ഇത്രയും തിക്നെസ് മതി കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത്ര വലുപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ മൂടി എടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ഒരു 2 or 3 കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റും. ഇതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. കറി കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും, പക്ഷെ കറിയുടെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ വെറുതെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കണ്ടല്ലോ, ഇതുപോലെ കൊട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഞാനൊരു 4 എണ്ണം വരെ ചെയ്തെടുത്തിട്ട് 4 എണ്ണം പാനിലിട്ട് കൊടുത്തതിന് ശേഷം അത് വേവണതിനനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു ദോശച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി.
എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയി കിട്ടും. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ റവ നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. വേഗത്തിൽ കരിഞ്ഞു പോവാണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഇടയ്ക്കൊക്കെ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അടി പിടിക്കില്ല. നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല. അപ്പോൾ അതാ ഒരു പുറം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ എണ്ണ വെച്ച് വറുത്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ എണ്ണ കൂടുതൽ ഉപയോഗിക്കണില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉടനെ ഒന്നും പോവില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് വെന്ത് കിട്ടും. നമ്മൾ നല്ലോണം ഒരു പുറം ആയതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ 2 പുറം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഞാൻ ഇതൊന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ ഞാൻ അടുത്ത 4 എണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് എല്ലാതും ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ വറുത്തെടുക്കുകയാണെന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതാ 2ാമത്തെ ട്രിപ്പ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിലും ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ വട്ടുപത്തിരിയൊക്കെ കഴിക്കില്ല, നമ്മൾ നെയ്പ്പത്തിൽ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത്. ഉണ്ടല്ലോ, നല്ല രുചിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.